മ്യൂസിക് ഡയറക്ടറായിട്ട് എന്ത് ജോണറിലുള്ള പാട്ടുകൾ ചെയ്യാനാണ് സാധാരണ താല്പര്യപ്പെടാറുള്ളത്? ഡാർക്ക് ഡാർക്ക് തന്നെ. ഡാർക്ക് ജോണേഴ്സ്, ഡാർക്ക് മെലഡീസ്. എന്നോട് എന്തോ എന്താണ് ഈ ഡാർക്ക് മെലഡി എന്ന് പറഞ്ഞുതരാമോ? ഇപ്പൊ നീലനേരം ഒരു ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഒരു ഒരു സീതാ കല്യാണത്തിനും ഉണ്ട് അങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. ശരി. അല്ല, അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ഡാർക്ക് ഷെയ്ഡാന്ന്? ഉദാഹരണം മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്ത് സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷെ പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പദത്തിന് ഒരു സംതിങ് സാധനമുണ്ട്. അതിനെ നമ്മൾ ഹാപ്പി ആയിട്ട് പ്ലേസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹാപ്പി ആക്കാൻ പറ്റും. പക്ഷെ അത് കേൾക്കുമ്പോൾ എവിടെയോ നമുക്കുണ്ട്, നമുക്ക് കുറെ റീകോൾസ് വരാം. അപ്പം നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതിന് ഇങ്ങനെ അപ്പൊ അങ്ങനെ കേൾക്കുന്ന പാട്ടാണ്. നിങ്ങളുടെ പ്ലേലിസ്റ്റ് കാണിച്ചാൽ ഞാനിപ്പോ പറയാം. അല്ല, ഞാൻ ഇന്നലെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ടെക്നിക്കലായിട്ട് ഞാൻ ലൂക്കയിലെ നോക്കി, പിന്നെ ചാക്കോച്ചന്റെ ആ പടത്തിന്റെ അത് നോക്കി. അപ്പൊ രണ്ട് വേരിയേഷനിലുള്ള പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡാർക്കിന്റെ പരിപാടി എനിക്ക് അറിയാം. അതായത് ഇപ്പൊ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിലെ പാട്ടുകളൊക്കെ മിക്കതും കുറേം കൂടെ ഹാപ്പി സോങ്സ് ആണ്. അരേ തുച്ചക്കർ, ചാടി ഹനുമാൻ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ പമ്പി ഓളം പാട്ടുകളാണ്. അതിനകത്ത് തന്നെ പുലർക്കാലം പോലെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സീതാ കല്യാണത്തിലേക്ക് വരുമ്പോൾ ആ സാഹചര്യം കുറച്ചുകൂടെ ഒരു ബ്രേക്കപ്പ് സെനാരിയോ പോലെയൊക്കെയാണ്. അപ്പോൾ അത് സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സീതാ കല്യാണം അറിയാലോ, സീതാ കല്യാണം അത് ഭയങ്കര ഹാപ്പി മൂഡാണ്. അപ്പൊ അതിന്റെ വരികൾ രണ്ടെണ്ണം യൂസ് ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. ഇത് കുറച്ച് സാഡും ആണ്. അതുകൊണ്ടാണ് സീതാ കല്യാണം എന്ന് പറഞ്ഞാൽ ആ വരികൾ അങ്ങനെ വീണ്ടും ഈ ട്യൂണിൽ പാടിയിരിക്കുന്നത്. നമ്മുടെ പാട്ടിന്റെ കമ്പോസ്. ഇപ്പൊ ലൂക്കയിലേക്ക് വരുമ്പോ ഒരേ കണ്ണാൽ എന്ന് പറയുന്ന സോങ് ഒരു ഹാപ്പി സോങ് ആണ്. പക്ഷെ നീല നേരം വരുമ്പോഴത്തേക്ക് വീണ്ടും ആ സാഡ്നെസ്. എന്റെ പാട്ടുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സാഡ്നെസ് ആണ്. മേ ബി എല്ലാ ആൾക്കാരും ഇങ്ങനെ സൈലന്റായി വിഷമിക്കുന്ന ആൾക്കാരെ ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ വിഷമമുണ്ടോ? ഇല്ലില്ല. ഇനി വീട്ടിലറിയണ്ട.